ഹലോ, സ്വാഗതം. ശരി, ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI യെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വളരെ ലളിതമായ കിടിലൻ ഒരു ചട്ടക്കൂടിലേക്ക് മാറ്റാൻ പോവുകയാണ് നമ്മളിന്ന്. ഈ സെഷൻ കഴിയുമ്പോഴേക്കും മെഷീൻ ലേണിംഗ് എന്ന ഈ വലിയ ആശയം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും, ഉറപ്പ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ ഫോണിലെ ഫുഡ് ഡെലിവറി ആപ്പിന് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ പ്രത്യേക ബിരിയാണി തന്നെ വേണമെന്ന് മനസ്സിലാവുന്നത്? ആരെങ്കിലും ഇതില് ആയിരക്കണക്കിന് റെസ്റ്റോറന്റുകൾ ഇരുന്ന് ടാഗ് ചെയ്തിട്ടുണ്ടാകുമോ? ഒരിക്കലുമില്ല. അതോ നിങ്ങൾ മുമ്പ് ക്ലിക്ക് ചെയ്തവയെല്ലാം ആപ്പ് ഒരുമിച്ച് ചേർത്തതാണോ? അതുമല്ലെങ്കിൽ ആ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഹാപ്പിയാണെന്ന് കണ്ട് അത് സ്വയം പഠിച്ചെടുത്തതാണോ? ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ ഡേറ്റയെ തീരുമാനങ്ങളാക്കി മാറ്റാൻ AI ഉപയോഗിക്കുന്ന 3 പ്രധാന രീതികൾ നമ്മൾ മനസ്സിലാക്കണം. ഇവയെ നമുക്ക് വളരെ സിമ്പിളായി 3ആയി തിരിക്കാം: ഫ്ലാഷ് കാർഡ് രീതി, ഓർഗനൈസർ രീതി, പിന്നെ ഗെയിം രീതി. ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ഒരു റോഡ് മാപ്പ് ഇതാ: 1 സൂപ്പർവൈസ്ഡ് ലേണിംഗ്, 2 അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, 3 റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. പിന്നെ AI-യെക്കുറിച്ചുള്ള ചില അബദ്ധധാരണകൾ നമ്മൾ പൊളിച്ചെടുക്കുന്നു. അവസാനം 2025-2026 കാലഘട്ടത്തിലെ വലിയ മാറ്റങ്ങളും നോക്കുന്നു. അപ്പോ ആദ്യത്തെ വിഭാഗത്തിലേക്ക് പോകാം: സൂപ്പർവൈസ്ഡ് ലേണിംഗ് അഥവാ ഒരു ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള മോഡൽ. ലളിതമായി പറഞ്ഞാൽ ഇത്രയേയുള്ളൂ: നിങ്ങൾ അൽഗോറിതത്തിന് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, കൂടെ എന്താണിതിന്റെ കൃത്യമായ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞുകൊടുക്കുന്നു. ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള കണക്ഷൻ അഥവാ ആ മാപ്പിംഗ് പഠിച്ചെടുത്തിട്ട് ഭാവിയിലെ കാര്യങ്ങൾ പ്രവചിക്കുക എന്നതാണ് ഇതിന്റെ പരിപാടി. ഇതിനൊരു അടിപൊളി ഉദാഹരണം പറയാം. ഒരു കൊച്ചുകുട്ടിക്ക് ഫ്ലാഷ് കാർഡുകൾ കാണിച്ച് പഠിപ്പിക്കുന്നത് പോലെയാണിത്. നിങ്ങളൊരു ചിത്രം കാണിച്ചു പറയുന്നു, ദാ നോക്കൂ, ഇതാണ് മാമ്പഴം. അടുത്ത ചിത്രം കാണിച്ചു പറയുന്നു, ഇതാണ് വാഴപ്പഴം. ഇങ്ങനെ 100ഓ 1000ഓ തവണ ചെയ്ത ശേഷം പുതിയൊരു മാമ്പഴത്തിന്റെ ചിത്രം കാണിക്കുമ്പോൾ അതിന്റെ ആകൃതിയും നിറവുമൊക്കെ വെച്ച് അത് മാമ്പഴമാണെന്ന് ആ കുട്ടി കൃത്യമായി തിരിച്ചറിയും. ഇതേ സാധനം തന്നെയാണ് AI-യും ചെയ്യുന്നത്. ഈ മാപ്പിംഗ് ഫംഗ്ഷൻ ശരിക്കും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. സംശയാസ്പദമായ ലിങ്കുകളുള്ളൊരു ഇമെയിൽ വരുന്നു എന്ന് വെക്കാം. അതാണ് നമ്മുടെ ഇൻപുട്ട്. അത് സ്പാം ആണ് എന്ന് നമ്മൾ കൃത്യമായി ലേബൽ ചെയ്ത് കൊടുക്കുന്നു. അതായത് പഴയ ഡേറ്റയെ ഒരു പുതിയ ഔട്ട്പുട്ടുമായി നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ? കൃത്യമായി ലേബൽ ചെയ്ത പഴയ ഡാറ്റ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്. ഇമെയിലിലെ സ്പാം ഫിൽറ്റർ, എക്സ്റേ നോക്കി ട്യൂമർ കണ്ടുപിടിക്കുന്നത്, വീടിന്റെ വില പ്രവചിക്കുന്നത്, ഇതെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. സത്യത്തിൽ നമ്മൾ നമ്മുടെ ഫോണിൽ റിപ്പോർട്ട് സ്പാം എന്നമർത്തുമ്പോൾ നമ്മൾ AI-ക്ക് വെറുതെ സൗജന്യമായി ലേബൽ ചെയ്ത ഡാറ്റ നൽകുകയാണ് ചെയ്യുന്നത്. രസകരമല്ലേ? ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലേക്ക് കടക്കാം. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവമാണ്: അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അഥവാ സ്വന്തമായി കാര്യങ്ങൾ കണ്ടെത്തുന്ന എക്സ്പ്ലോറർ മോഡൽ. ഇവിടെ കളി വേറെയാണ്. നമ്മൾ AI-ക്ക് കുറേ ഡാറ്റ കൊടുക്കുന്നു, പക്ഷേ എന്താണ് ഉത്തരമെന്ന് പറഞ്ഞു കൊടുക്കുന്നേയില്ല. മുൻകൂട്ടിയുള്ള യാതൊരു ലേബലും ഇല്ലാതെ തന്നെ ആ ഡാറ്റയിലെ സാമ്യങ്ങളും ഒളിഞ്ഞുകിടക്കുന്ന ഘടനകളുമൊക്കെ പൂർണ്ണമായും സ്വയം കണ്ടെത്താൻ AI നിർബന്ധിതമാകുന്നു. ഈ ഉദാഹരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സ്വന്തം തോരൻ ഉദാഹരണം. പലതരം പച്ചക്കറികൾ ഒന്നിച്ചുള്ളൊരു വലിയ കുട്ട നമ്മൾ AI-ക്ക് നൽകുന്നു എന്ന് കരുതുക. നമ്മളിതിൽ ഏതാണ് ക്യാരറ്റ് എന്നോ ഏതാണ് ഉരുളക്കിഴങ്ങെന്നോ ഒന്നും പറയുന്നില്ല. പകരം എന്താ സംഭവിക്കുക? സമാനമായ ആകൃതിയും നിറവുമുള്ളവയെ AI സ്വാഭാവികമായി ഗ്രൂപ്പുകളാക്കുന്നു. അങ്ങനെ നീളമുള്ള ഓറഞ്ച് സാധനങ്ങളെ ഒരുമിച്ചും ഉരുണ്ട തവിട്ട് സാധനങ്ങളെ മറ്റൊരു ഗ്രൂപ്പായും അത് സ്വയം കണ്ടെത്തുന്നു. അതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. യഥാർത്ഥ ലോകത്ത് ഇതൊരു സൂപ്പർമാർക്കറ്റിലെ എങ്ങനെ വരുമെന്ന് നോക്കാം. ഉപഭോക്താക്കൾ വാങ്ങുന്ന സാധനങ്ങളെ അൽഗോരിതം സ്വയം ഗ്രൂപ്പുകളാക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം: AI ഇവയെ വെറുതെ ഗ്രൂപ്പുകളാക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ ഗ്രൂപ്പുകളെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നവർ എന്നോ പാർട്ടിക്ക് പോകുന്നവർ എന്നോ ഒക്കെ പേരിട്ട് ലേബിൾ ചെയ്യുന്നത് ഒരു മനുഷ്യനായിരിക്കും. യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഒക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ എക്സ്പ്ലോറർ രീതി ഉപയോഗിച്ചാണ്. ഒരേപോലെയുള്ള വീഡിയോകൾ കാണുന്ന ആളുകളെ അവരൊരു ക്ലസ്റ്ററാക്കുന്നു. ഇതിനായി മുൻകൂട്ടി തയ്യാറാക്കിയ ലേബലുകളുടെ യാതൊരു ആവശ്യവുമില്ല. ഇനി നമ്മുടെ അജണ്ടയിലുള്ളത് മൂന്നാമത്തെ ഫ്ലേവറാണ്. വളരെ ഡൈനാമിക്കായിട്ടുള്ള ഒന്ന്: റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് അഥവാ റിവാർഡ് സിസ്റ്റം. ഈ രീതി പൂർണ്ണമായും ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. പരമാവധി റിവാർഡ് അഥവാ പ്രതിഫലം കിട്ടാൻ വേണ്ടി പരിസ്ഥിതിയുമായി ഇടപഴകി പുതിയ വഴികൾ പരീക്ഷിക്കുന്നതും നിലവിൽ അറിയാവുന്ന വഴികൾ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള ഒരു കിടിലൻ ബാലൻസിംഗ് ഗെയിമാണത്.
ഇത് കൃത്യമായി പറഞ്ഞാൽ നമ്മളൊരു പട്ടിക്ക് ട്രെയിനിംഗ് നൽകുന്നത് പോലെയാണിത്. പട്ടിയോട് എങ്ങനെ കാലുകൾ വെക്കണമെന്നോ എങ്ങനെ കുരയ്ക്കണമെന്നോ നമ്മൾ നിർദ്ദേശിക്കുന്നില്ലല്ലോ. പകരം അതിനെ സ്വതന്ത്രമായി വിടുന്നു. അത് നമ്മളെറിഞ്ഞ പന്തെടുത്തുകൊണ്ടുവന്നാൽ അതിനൊരു ട്രീറ്റ് നൽകും, ഓടിപ്പോയാൽ ഒന്നും നൽകില്ല. കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്താൽ തനിക്ക് ട്രീറ്റ് കിട്ടുമെന്ന് ആ പട്ടി ട്രയൽ ആൻഡ് എറർ വഴി സ്വന്തമായി പഠിച്ചെടുക്കുന്നു. ലക്ഷക്കണക്കിന് തവണ വെർച്വലായി ഓടിപ്പഠിക്കുന്ന സെൽഫ് ഡ്രൈവിംഗ് കാറുകളായാലും അതല്ലെങ്കിൽ നിങ്ങളെ തണുപ്പിച്ച് വിറപ്പിക്കാതെ മുറിയിലെ ചൂട് കൃത്യമായി നിലനിർത്താൻ പഠിക്കുന്ന സ്മാർട്ട് AC ആയാലും എല്ലാം പ്രവർത്തിക്കുന്നത് ഇതേ തത്വത്തിലാണ്. തനിക്ക് കിട്ടുന്ന ആ റിവാർഡ് സിഗ്നൽ എങ്ങനെയെങ്കിലും കൂട്ടുക എന്നത് മാത്രമാണ് അവിടെ ലക്ഷ്യം. ശരി, നമ്മളിപ്പോൾ ഈ 3 സിസ്റ്റങ്ങളുടെയും ഒരു അടിത്തറയുണ്ടാക്കി കഴിഞ്ഞു. ഇനി വലിയ ടെക് വിദഗ്ധർക്ക് പോലും AI-യെക്കുറിച്ച് പലപ്പോഴും ഉണ്ടാകുന്ന ചില വലിയ അബദ്ധധാരണകൾ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ഈ ഒരു ഡയലോഗ് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാകും. റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് ഏറ്റവും അഡ്വാൻസ്ഡ്, അതുകൊണ്ട് എല്ലാത്തിനും അത് തന്നെ ഉപയോഗിക്കണമെന്ന്. എന്നാൽ സത്യം പറയട്ടെ, ഒരു ചെറിയ പൂച്ചെടി നടാൻ വേണ്ടി വലിയൊരു ബുൾഡോസർ കൊണ്ടുവരുന്നതുപോലെയുള്ള ഒരു മണ്ടത്തരമാണിത്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വളരെ അസ്ഥിരമാണ്. അതിന് ഒരുപാട് ഡേറ്റയും വേണം. ലളിതമായ കാര്യങ്ങൾക്ക് എപ്പോഴും സൂപ്പർവൈസ്ഡ് ലേണിംഗ് തന്നെയാണ് 100 മടങ്ങ് മികച്ചത്. അതുപോലെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്തോ വലിയ മാന്ത്രിക വിദ്യയൊന്നുമല്ല. കാരണം അത് കണ്ടെത്തുന്ന ഗ്രൂപ്പുകൾക്ക് സ്വന്തമായി പേരിടാൻ അതിന് കഴിയില്ല. പിന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗിന് ഡേറ്റ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നതും വെറുതെയാണ്. നമ്മൾ ഇന്റർനെറ്റിൽ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വലിയ തോതിലുള്ള ഡേറ്റ സൗജന്യമായി ലേബിൾ ചെയ്ത് നൽകുന്നുണ്ട്. അവസാനമായി 2025-2026 വർഷങ്ങളിലെ ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ ഈ മേഖലയെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. കാര്യങ്ങൾ ശരിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണാം. ഏത് രീതിയാണ് മികച്ചത് എന്ന തർക്കമൊക്കെ ഗവേഷകർ എപ്പോഴേ അവസാനിപ്പിച്ചു കഴിഞ്ഞു. പകരം അവരിപ്പോൾ ഈ 3 ഫ്ലേവറുകളും ഒരുമിപ്പിച്ച് ഒരു വലിയ മെഗാ പൈപ്പ്ലൈൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആദ്യം സെൽഫ് സൂപ്പർവൈസ്ഡ് ഡേറ്റ വെച്ച് പ്രീ ട്രെയിനിംഗ് നടത്തുന്നു, പിന്നെ സൂപ്പർവൈസ്ഡ് ഡേറ്റ വെച്ച് ഫൈൻ ട്യൂൺ ചെയ്യുന്നു, ഒടുവിൽ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വെച്ച് അലൈൻ ചെയ്യുന്നു. എല്ലാം കൂടെ ഒരൊറ്റ സിസ്റ്റം. എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന മാറ്റം എന്താണോ? മുൻകൂട്ടിയുള്ള യാതൊരു മനുഷ്യ ഡേറ്റയോ നിയമങ്ങളോ ഇല്ലാതെ തന്നെ പുതിയ AI മോഡലുകൾ പഴയ സിസ്റ്റങ്ങൾക്കെതിരെ 100-0 എന്ന നിലയിൽ വിജയിക്കുകയാണ്. യാതൊരു സഹായവുമില്ലാതെ അവ പൂർണ്ണമായും സ്വന്തമായി തന്നെ റിവാർഡ് സിസ്റ്റങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു. ശരിക്കും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? നമ്മുടെ ഈ സെഷന്റെ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ആൽഗോരിതങ്ങളിലേക്കൊന്ന് നോക്കൂ. സ്വന്തമായി ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കാൻ ഒരു AI പഠിച്ചാൽ എന്ത് സംഭവിക്കും? മെഷീനുകൾക്ക് മനുഷ്യർ നൽകുന്ന ഫ്ലാഷ് കാർഡുകളോ തോരൻകുട്ടകളോ എന്തിന് നമ്മുടെ ട്രീറ്റുകൾ പോലും ആവശ്യമില്ലാത്തൊരവസ്ഥ വന്നാൽ ലോകം എങ്ങനെ മാറും? ഇതിനെക്കുറിച്ച് തീർച്ചയായും ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയൊരറിവുമായി നമുക്ക് വീണ്ടും കാണാം.